ഇന്നത്തെ പെൺപിള്ളേരില്ലേ, ചെറുപ്പക്കാരി പിള്ളേർ, അവർക്ക് കല്യാണം ഒട്ടും ഇഷ്ടമില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണോ അവർ കെട്ടാതിരിക്കുന്നത്? അവരെ സംബന്ധിച്ച് സർവൈവ് ചെയ്തിട്ട് പോകാനുള്ളൊരു മോഡിനോട് അവർക്ക് താല്പര്യമില്ല. ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള, സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പങ്കാളിനെയാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും ധൈര്യം വന്നത്? ഒന്ന്, അവരെ സംബന്ധിച്ച് വളരെ സ്കിൽഡ് ആണ്. ആണുങ്ങളെക്കാൾ കൂടുതൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ഇന്ന് പെണ്ണുങ്ങൾക്കുണ്ട്. ഇന്ന് ഒരു വീട്ടിൽ തന്നെ മകനേക്കാൾ കൂടുതൽ പ്രാധാന്യം പെൺമക്കൾക്ക് അച്ഛനും അമ്മയും കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരെ അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് വീട്ടുകാരന് റെഡിയല്ല, അവരൊട്ട് റെഡിയല്ല. അപ്പൊ അത് അവരുടെ ഒരു അവയർനെസ് വളരെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇമോഷണലി ശരിക്കും ഒരു അവയർനെസ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ശരിക്കും ഒരു സർവൈവ് ചെയ്ത് പോണ ലെവലിലേക്ക് പോകാൻ റെഡിയല്ല. പണ്ടത്തേക്ക് ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളെ എല്ലാം സഹിച്ചേ പറ്റുള്ളൂ, കല്യാണം കഴിച്ചില്ലേ ഇതാണ് നിന്റെ വിധി എന്നൊക്കെ പറയായിരുന്നു. ഇപ്പൊ പിള്ളേർക്ക് ഹാപ്പി അല്ലെങ്കിൽ അവരപ്പ തന്നെ ടാറ്റ ബൈ പറയും, വേറെ ആള് നോക്കിക്കോളാൻ പറഞ്ഞാൽ അവരപ്പം ഇറങ്ങിപ്പോരും. മൂന്നാമത്തെ കാര്യം എന്താണ്? അവരുടെ ജീവിതത്തില്, അവരുടെ സ്വന്തം കുടുംബത്തില് ഒത്തിരി പാരന്റ്സിന്റെ ഫൈറ്റും ഇമോഷണലി നെഗ്ലക്ട് ചെയ്യണ പങ്കാളിനെയും ചുമ്മാ സഫർ ചെയ്യണ ആൾക്കാരെയൊക്കെ അവർ വീട്ടിൽ തന്നെ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡ്രാമയൊക്കെ 10-25 വർഷം കണ്ടിട്ടാണ് ഇവരിങ്ങ് പോന്നേക്കണേ. അപ്പൊ അവർക്ക് ഇനിയും അത് എന്റെ ലൈഫും കൂടി അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് കല്യാണം വേണ്ടാന്നുണ്ട്. പിന്നെന്താണ്? പെൺകുട്ടികളുടെ സ്റ്റാൻഡേർഡ് ഒക്കെ മാറിയിട്ടുണ്ട്. അവര് ചിന്തിക്കുന്ന രീതി, അവരെ സംബന്ധിച്ച് ഇപ്പൊ ആവശ്യമില്ലാത്ത രീതിയിൽ ഒത്തിരി സഹിക്കലൊന്നും അവരുടെ വീട്ടിലില്ല. കാര്യം അവര് നല്ല രാജകുമാരിയെ പോലെയാണ് വീടുകളിൽ വളർന്നു വന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ചെക്കന്റെ വീട്ടിൽ പോയി അടിമയായിട്ട് കിടക്കാനായിട്ടൊന്നും അവർക്ക് സൗകര്യമില്ല. അവർക്ക് ഇക്വാലിറ്റി വേണം, അവരെ സപ്പോർട്ട് ചെയ്യണം. മാരേജ് എന്ന് പറയുന്ന കോംപ്രമൈസ് അല്ല, ഇമോഷണലി സപ്പോർട്ട് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഒരു ഈക്വലി ശരിക്കും ഇക്വാലിറ്റി ഒക്കെ ഉള്ള ഒരു പാർട്ണറെയാണ് അവർ നോക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലാത്ത ആൾക്കാരുടെ കൂടെ ജീവിച്ചാൽ, കല്യാണം കഴിച്ചാൽ അവർക്ക് സംശയം എന്താണെന്നറിയാമോ? ഈ കല്യാണം കഴിച്ചു വരുമ്പോൾ അവരില്ലാതാകുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ കല്യാണത്തെ പറ്റി ഒത്തിരി ആലോചിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും എഴുതാൻ മറക്കണ്ട കേട്ടോ.